നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് ആക്രമണം നടത്താനെത്തിയ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ തുർക്കി വിരുദ്ധ നിലപാട് ജനങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ്. തുർക്കിയിൽ നിന്നും ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇനി മുതൽ വാങ്ങേണ്ടതില്ല എന്ന് രാജ്യത്തെ പ്രമുഖ പഴം വ്യാപാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തുർക്കിയിലേക്കുള്ള യാത്രകൾ പലരും റദ്ദാക്കിയിരുന്നു. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും എല്ലാ വർഷവും നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യുന്നത്. അതിനിടെയാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് വെട്ടിലായ വാർത്തകളും പുറത്തുവരുന്നത്. തുർക്കിഷ് എയർലൈൻസും അതോടൊപ്പം തന്നെ ഇൻഡിഗോയും തമ്മിൽ കുറെ നാളായി കോഡ് ഷെയർ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതായത് ഇൻഡിഗോയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ തുർക്കിഷ് എയർലൈൻസുമായി ചേർന്നാണ് വിദേശ സർവീസുകൾ നടത്തിയിരുന്നത്. ഇതിനെയാണ് കോഡ് ഷെയറിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ഇൻഡിഗോയിൽ തന്നെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റു പോകാൻ ടിക്കറ്റ് എടുക്കാമായിരുന്നു. യാത്രക്കാരെ ഇൻഡിഗോ വിമാനത്തിൽ തുർക്കിയിൽ എത്തിച്ചതിനു ശേഷം അവിടെ നിന്നാണ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര തുടർന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ സഹായിച്ച രാജ്യത്തേക്ക് ഇനി മുതൽ ഇൻഡിഗോയ്ക്ക് യാത്രക്കാരെ എത്തിക്കാൻ കഴിയുകയില്ല. സുരക്ഷാ പ്രശ്നമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഇത് ഇൻഡിഗോയെ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ്. 400-ലധികം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇൻഡിഗോ സർവീസ് നടത്തുന്നത്. കൂടാതെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് നടത്തുന്ന തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെലിബി എന്ന കമ്പനിക്ക് തുടർന്ന് സേവനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട 9 വിമാനത്താവളങ്ങളിൽ ഈ കമ്പനിയാണ് സേവനം നടത്തുന്നത്. ഇവരുടെ സെക്യൂരിറ്റി ലൈസൻസ് ആണ് റദ്ദാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷത്തിലേറെ പേരാണ് തുർക്കിയിലേക്ക് യാത്ര ചെയ്തത്. തുർക്കിഷ് എയർലൈൻസുമായുള്ള ബന്ധം ഇൻഡിഗോ റദ്ദാക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുകയാണ്. എയർ ഇന്ത്യയും തുർക്കിയുമായുള്ള സാങ്കേതിക സഹകരണം അവസാനിപ്പിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. അതിനിടയിൽ തുർക്കിയുമായുള്ള എല്ലാ ചലച്ചിത്ര സാംസ്കാരിക സഹകരണങ്ങളും പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നാണ് വിനോദ മേഖലയിലെ വിവിധ പ്രൊഫഷണലുകളെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്നത്. സംഘടന തുർക്കിയിൽ സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, ഡിജിറ്റൽ ഉള്ളടക്കം എന്നിവയുടെ ചിത്രീകരണത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. തുർക്കി കലാകാരന്മാരെയോ നിർമ്മാണ സ്ഥാപനങ്ങളുമായോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണവും അസോസിയേഷൻ വിലക്കിയിട്ടുണ്ട്. കൂടാതെ നിർദ്ദേശം ലംഘികരിക്കുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കുന്നുണ്ട്. തുർക്കിക്ക് ഇന്ത്യയുടെ ബഹിഷ്കരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം തുർക്കിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് സംഘടന പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ നിന്ന് ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.